പരിശുദ്ധമായ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന മനുഷ്യൻ, അങ്ങനെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുന്ന മനുഷ്യൻ, അവന് വേറൊന്നും അതിലേക്ക് ആഡ് ചെയ്ത് ആളുകളെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല, ആളുകളുടെ പ്രശംസയുടെ ആവശ്യമില്ല. ദുനിയാവിന്റെ ജീവിതത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹ്വുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ലഅബുൻ വലഹ്വുൻ, കളി തമാശകളാണ്. ഈ കളി തമാശകളിൽ നാം നിരന്തരം ശ്രദ്ധിക്കുമ്പോൾ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സുകൾ മാറിപ്പോകും. വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും, നിങ്ങളുടെ ഇടയിൽ കുറെ മേനി പറയാൻ കൊള്ളാം, നാം ആഗ്രഹിക്കുന്ന, നാം ആവേശഭരിതമായി എടുത്തു ചാടുന്ന ആഡംബര ജീവിതങ്ങൾ നമുക്ക് ഭാരമാണ്. അല്ലാഹു പറഞ്ഞ ഖലീഫ പ്രാതിനിധ്യം എന്ന് പറഞ്ഞല്ലോ സമ്പത്തിന്റെ കാര്യത്തിൽ, ആ പ്രാതിനിധ്യത്തെ പൂർത്തീകരിക്കാൻ കഴിയുന്ന വിഷയമല്ല എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ പ്രശ്നം അതാണ്. എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതൊന്നും തികയാത്ത അവസ്ഥയിൽ വീടുകൾ ജപ്തി ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് മലയാളി സമൂഹം എത്തിപ്പെടുന്നു? എങ്ങനെയാണ് ഈ ആഡംബര ജീവിതത്തോടുള്ള ഭ്രമം നമ്മളെ അടിമകളാക്കിയത്? അതിന്റെ മനഃശാസ്ത്രപരമായി പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ വരയ്ക്കുന്ന ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം പറഞ്ഞു അത്യാഗ്രഹമാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു സോഷ്യൽ വാലിഡേഷന് വേണ്ടിയിട്ടുള്ള ഈ മത്സരമാണ്. അതുകൊണ്ട് വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്തി ഫതഖഉദ മലൂമൻ മഹ്സൂറ. മിനിമലായി ചെലവഴിക്കുക, മിനിമലായി ചെലവഴിക്കുക. വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, നിന്റെ കൈയെ നിന്റെ പിരടിയിലേക്ക് കെട്ടിവെക്കുന്നതാക്കരുത് എന്ന് പറഞ്ഞാൽ ചെലവഴിക്കാതിരിക്കരുത്, ചെലവഴിക്കണം. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്തി, പൂർണ്ണമായ രീതിയിൽ അതിനെ വിരിച്ചിടുകയും ചെയ്യരുത്, മിനിമലാണ്. എങ്കിലോ ഈ രീതി, ഇതിന്റെ ഇടയിൽ ഒരു മധ്യമായ രീതി നീ സ്വീകരിച്ചില്ലെങ്കിൽ നീ ആക്ഷേപിക്കപ്പെട്ടവനായി ഖേദിച്ചുകൊണ്ട് ഇരുന്നു പോകും. പരിശുദ്ധമായ ഖുർആൻ ഫതഖഉദ മലൂമൻ മഹ്സൂറ, നീ ആക്ഷേപിക്കപ്പെട്ടവനായി ഖേദിച്ചുകൊണ്ട് ഇരുന്നു പോകും. എന്തൊക്കെ സംഭവിക്കും? നമുക്ക് മാനസികമായ പ്രശ്നങ്ങൾ വരും. മാനസികമായ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. മാനസികമായ പ്രശ്നങ്ങൾ വന്നാൽ അത് നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളായി മാറും. പിന്നെ നമ്മുടെ ബന്ധങ്ങൾ തകരും. ഫതഖഉദ മലൂമൻ മഹ്സൂറ, നീ ആക്ഷേപിക്കപ്പെട്ടവനായി ഖേദിച്ചുകൊണ്ട് ഇരുന്നു പോകും. ലോകത്തെ ശതകോടീശ്വരന്മാർ എത്രയോ വളരെ മിനിമലായിട്ടാണ് പോകുന്നത്, നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും അതിലൊരു റൂളൊക്കെ പറയും, 50, 30, 20 എന്നൊക്കെ. 50% നമുക്ക് കിട്ടുന്ന സമ്പത്തിന്റെ, ഒരു മാസം നമുക്ക് വരുന്ന സമ്പത്തിന്റെ 50% നമ്മുടെ വീടിന്റെ ആവശ്യങ്ങൾ, വാടക കൊടുക്കാൻ, വീട്ട് ചെലവുകൾ, കുട്ടികളുടെ ചികിത്സ, ഈ കാര്യങ്ങൾക്ക് 30% നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ, അത് അവരുടെ ഭാഷയാണ്. വിനോദങ്ങൾ, എവിടെയെങ്കിലും പോയി വല്ലപ്പോഴും ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാൻ, അതിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ സമ്പത്തും നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലായി മാറും. കുറെ കൂടെ 20% അത് സേവ് ചെയ്യാൻ, നമ്മുടെ സമ്പാദ്യമാക്കാൻ, അതിൽ നിന്ന് നമ്മുടെ കടങ്ങൾ വീട്ടുക. എത്രയോ കടങ്ങൾ വാങ്ങിച്ചു കൂട്ടിയ നമ്മൾ ഈ കടങ്ങൾ കുറെ വാങ്ങിച്ചു കൂട്ടുമ്പോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, എന്തായാലും ഇത്രയും കടമായി, ഞാൻ നശിച്ചു, ഇനി അങ്ങ് നശിച്ചു തീരട്ടെ. അങ്ങനെയല്ല. നമ്മളുടെ കടങ്ങൾ, ചെറിയ ചെറിയ കടങ്ങൾ കൊടുത്ത് വീട്ടിൽ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. പരിശുദ്ധമായ ഖുർആൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞ വിഷയമാണ് കടത്തിന്റെ വിഷയം. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടത്തെ സംബന്ധിച്ചാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കടത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആയത്ത് കടത്തെ സംബന്ധിച്ച്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഒരു മനുഷ്യൻ അവിടെ പ്രയാസപ്പെട്ടിരിക്കുന്നത് കണ്ട് റസൂലുള്ളാഹി തങ്ങൾ ആ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തു പറ്റി? അപ്പൊ പറഞ്ഞു, ഹുമൂമുൻ വദുയൂനുൻ യാ റസൂലല്ലാഹ്, ആകെ ഇടങ്ങേറാണ്, ഹമ്മുകൾ, പ്രയാസങ്ങൾ, വദുയൂനുൻ, കടങ്ങൾ.
അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിനക്കൊരു വാക്യം ഞാൻ പഠിപ്പിച്ചു തരാം. ആ വാക്യം നീ പറഞ്ഞാൽ അള്ളാഹു നിന്റെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു തരും, നിന്റെ കടങ്ങൾ വീഴ്ത്തി തരും. പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. അതാണ് ദുആ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. മിനൽ ഹമ്മി വൽ ഹസൻ, മനപ്രയാസത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും. വഅഊദു ബിക മിൻ, അർത്ഥം ശ്രദ്ധിക്കണേ, വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു മിനൽ അജ്സി, അശക്തിയിൽ നിന്നും, വൽ കസൽ, മടിയിൽ നിന്നും. കടമുണ്ട് എന്ന് പ്രയാസം പറഞ്ഞ ഒരു മനുഷ്യന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത ദുആയിലെ വന്നിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു മിനൽ ജുബ്നി വൽ ബുഖൽ, ഭീരുത്വത്തിൽ നിന്നും, വൽ ബുഖൽ, പിശുക്കിൽ നിന്നും. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു കടങ്ങൾ പെരുകുന്നതിൽ നിന്നും, വഖഹരി റിജാൽ, ആളുകൾ അടിച്ചമർത്തുന്നതിൽ നിന്നും. ഇതിൽ ഓരോ വാക്കുകളും ആ സഹാബി പറയുന്നുണ്ട്, ഞാൻ ഈ ദുആ നിർവഹിച്ചു, ചില്ലറ ദിവസങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് എന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെട്ടു, എന്റെ മനപ്രയാസങ്ങൾ മാറി, എന്റെ കടങ്ങൾ വീടി. വെറും ദുആ ചെയ്തിരുന്നത് കൊണ്ടല്ല, വെറും പ്രാർത്ഥന മാത്രമല്ല അതിന്റെ പിന്നിൽ. അതിലെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. ആദ്യം പ്രശ്നം പറഞ്ഞു, എന്റെ മനപ്രയാസവും എന്റെ ദുഃഖവും. മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. പിന്നെ എന്തിൽ നിന്നാണ്? എന്റെ അശക്തിയിൽ നിന്നും, മടിയിൽ നിന്നും. നിനക്ക് ശക്തി ഉണ്ടല്ലോ പോയി പണിയെടുക്കാൻ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയാ പറഞ്ഞത്, പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം ഇതാ, ഇറങ്ങി പണിയെടുക്കാനാണ്. മിനൽ അജ്സി വൽ കസൽ. അങ്ങനെ ദുആ ചെയ്യുന്നവൻ എന്താ ചെയ്യുക? പ്രാർത്ഥിക്കുന്നവൻ മനസ്സറിഞ്ഞ് അല്ലാഹുവോട് ദുആ ചെയ്യും, അല്ലാഹുവേ, എന്റെ ഈ അശക്തി നീ ഒന്ന് മാറ്റി തരണേ എന്ന് പറഞ്ഞാൽ അവൻ ഇറങ്ങി പണിയെടുക്കും. മിനൽ അജ്സി വൽ കസൽ, മടി പിടിച്ചിരിക്കുകയില്ല, വൽ കസൽ, മടിയിൽ നിന്ന്. അപ്പൊ ആ ഒരു പ്രാർത്ഥന അവനെ, അവന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവനെ പുറത്തേക്ക് ഇറക്കും. അതാണ് അതിന്റെ അർത്ഥം. മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. ഭീരുത്വത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിച്ചു. എന്താണ് ഭീരുത്വം? ആളുകളെ ഫേസ് ചെയ്യാനുള്ള പേടി. അങ്ങനെ ഇരിക്കണ്ട, നീ ഇറങ്ങ്, നീ അത് ഫേസ് ചെയ്യുക, നിന്റെ പ്രശ്നങ്ങൾ നീ ഏറ്റെടുക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. മിനൽ ജുബ്നി വൽ ബുഖൽ. ലുബ്ദ്, എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലുബ്ദ് പറഞ്ഞത്? കടം വീടാനുള്ള ദുആയിൽ ലുബ്ദ് പറഞ്ഞു. പിശുക്ക് കൊടുക്കുമ്പോഴാണ് കിട്ടുക എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്ന് നാം കൊടുക്കുമ്പോഴാണ് അള്ളാഹു ആ സമ്പത്തിൽ അനുഗ്രഹം ചൊരിയുന്നത്. ഒരു സദഖയും സമ്പത്തിൽ കുറവ് വരുത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈൻ. കടങ്ങൾ പെരുകുന്നതിൽ നിന്ന് അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. വഖഹരി റിജാൽ, ആളുകൾ അടിച്ചമർത്തുന്നതിൽ നിന്നും. ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് അധ്വാനിക്കാൻ, കഷ്ടപ്പെടാൻ, തന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവന്റെ മുന്നിലേക്ക് അല്ലാഹു വഴികൾ തുറന്നു കൊടുക്കുക തന്നെ ചെയ്യും. അസ്സഅയു മിന്നാ വൽ ഇത്മാമു മിനല്ലാഹ്. പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നും അത് പൂർത്തീകരിക്കേണ്ടവൻ പടച്ചവനാണ് എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങളുടെ പരിഹാരം എന്തല്ല? ലോണെടുത്ത് ആഡംബര ജീവിതങ്ങൾ വർദ്ധിപ്പിക്കലല്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ബാങ്ക് ലോണുകളുടെ പിന്നിൽ പോയി നിന്ന് ക്യൂ നിൽക്കലല്ല പ്രിയമുള്ളവരെ. യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. പലിശ അത് സമ്പത്തിനെ അടിച്ചമർത്തും. അല്ലാഹു അടിച്ചമർത്തും ആ സമ്പത്ത്. ഒരു ബറക്കത്ത് ഉണ്ടാവുകയില്ല. പലിശയിൽ അധിഷ്ഠിതമായി വീടുകൾ നിർമ്മിക്കുന്നത്,
പരീക്ഷയിൽ അധിഷ്ഠിതമായ നമ്മുടെ സാമ്പത്തിക ഭദ്രത പടുത്തുയർത്താമെന്ന്. ജീവിതം നമ്മുടെ നാശത്തിന്റെ തുടക്കമാണ്. അല്ലാഹു സദഖകളെ വളർത്തും. കൊടുക്കുന്ന മുതലിൽ വളർച്ചയുണ്ടാകും. അത് പഠിക്കാനാണ് ദീൻ, അത് പഠിക്കാനാണ് ഇസ്ലാം, അത് പഠിക്കാനാണ് ഖുർആൻ, അത് പഠിപ്പിക്കാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായ വിഷയം, അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്ത് അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിന്റെ ഖിലാഫത്ത് നമ്മുടെ കയ്യിൽ അല്ലാഹു തന്നിരിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ സമ്പത്ത് എങ്ങനെ നമ്മുടെ കയ്യിൽ വന്നു, അതെങ്ങനെ വിനിയോഗിക്കണം. അല്ലാഹു ചോദിക്കൂല നീ എത്ര സമ്പാദിച്ചു, എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു. നാളെ മഹ്ശറയിലെ ചോദ്യമാണ്. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, അത് എവിടെ നിന്ന് സമ്പാദിച്ചു, അതെവിടെ ചെലവഴിച്ചു. സൂക്ഷ്മതയോടുകൂടി അത് സമ്പാദിക്കാനും സൂക്ഷ്മതയോടെ ചെലവഴിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. കടങ്ങളില്ലാതെ ജീവിക്കാൻ പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആ കടങ്ങളുടെ പെരുകി ഹറാമായ ജീവിതങ്ങളിലേക്ക് നമ്മൾ പോകുന്നു എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എത്ര മനുഷ്യരാണ് ലോൺ എടുത്ത് രക്ഷപ്പെട്ട മനുഷ്യർ? ഒന്ന് ആലോചിച്ച് നോക്കുക. ലോൺ എടുത്ത് വീട് വെച്ച് പിന്നെ ആ ലോണ് തീർക്കാൻ വേണ്ടി വർഷങ്ങൾ കഴിഞ്ഞ് അതിന്റെ സമാധാനക്കേടിൽ ജീവിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ. പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വർള ബിമാ ഖസമല്ലാഹു, അല്ലാഹു നിനക്ക് നൽകിയതിൽ നീ തൃപ്തിപ്പെടുക. അല്ലാഹു നിനക്ക് നൽകിയതിൽ നീ തൃപ്തിപ്പെടുക. നിന്റെ കയ്യിൽ വന്ന ആ സമ്പത്ത്, നിന്റെ കയ്യിൽ അല്ലാഹു നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ അതുപോലും ലഭിക്കാത്ത എത്രയോ മനുഷ്യർ, ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാത്ത എത്രയോ ആളുകൾ, ഒരു ഇറക്ക വെള്ളം മര്യാദയ്ക്ക് ശുദ്ധജലം ലഭിക്കാത്ത എത്ര മനുഷ്യർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ എന്തെല്ലാം സൗഭാഗ്യങ്ങളിലൂടെ നാം ജീവിച്ചു പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ ആളുകൾ രോഗസംബന്ധമായി പരീക്ഷിക്കപ്പെട്ട് ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങി, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, എത്രയോ മനുഷ്യർ ജീവിക്കുമ്പോൾ നമ്മൾ ഇന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതി പറയണം. സ്തുതി പറഞ്ഞ് എഴുന്നേറ്റ് സ്തുതി പറഞ്ഞ് ഉറങ്ങാൻ, ശാന്തമായി എഴുന്നേറ്റ് ശാന്തമായി ഉറങ്ങാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.